കൗണ്ടർ ടെററിസം ഡയറക്ടർ രാജിവെച്ചു. അദ്ദേഹം ആ രാജിക്കത്ത് വായിച്ചിട്ട് ഭയങ്കര രസമാണ്. ഇത് ഇറാൻ ഒരു തരത്തിലും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു രാജ്യമേ അല്ല, നമുക്ക് ഭീഷണിയായ രാജ്യം, താല്പര്യങ്ങൾക്ക് വിരുദ്ധമല്ല, നമുക്കൊരു ത്രട്ടല്ല, പിന്നെ എന്തിനാണ് ഈ യുദ്ധം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് ഇസ്രായേലിൻ്റെ നിർബന്ധത്താൽ നമ്മൾ പോയി ചെയ്യുന്നൊരു യുദ്ധമാണ്, നമ്മളിതിൽ കക്ഷികളല്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട്. അദ്ദേഹം ആരാണ്? ഇയാൾ ഓൾറെഡി അയാൾ സൈനികനായിരുന്നു. അയാളുടെ ഭാര്യ ട്രംപിൻ്റെ കാലത്ത് സിറിയയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ അയാൾ പറഞ്ഞത് ഇത് പറയാൻ എനിക്ക് റൈറ്റ് ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണ്, ആ ടോണിലാണ് സംസാരിക്കുന്നത്. എൻ്റെ ഭാര്യ അവിടെ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചതാണ്, അത് കൗണ്ടർ ടെറർ ഓപ്പറേഷനിടയ്ക്ക് മരിച്ച ഒരാളാണ്. പിന്നെ ഇതൊരു പൊളിറ്റിക്കൽ നിയമനമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. ഇയാൾ ഭയങ്കരമായ ട്രംപ് അനുകൂലിയാണ്, മാഗ ക്യാമ്പിൽപ്പെട്ട ആളായിരുന്നു. ക്യാപിറ്റോൾ ഹില്ലിൽ ട്രംപ് അനുകൂലികൾ കയറി അലമ്പുണ്ടാക്കിയപ്പോൾ അതിനെപ്പോലും സപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യനാണ്. കാരണം അത്ര ട്രംപ് അനുകൂലിയായിട്ടുള്ള വലതുപക്ഷക്കാരനായ ഒരാളാണ് പറയുന്നത് ഇത് നമ്മുടെ യുദ്ധമല്ല, ഇത് ഒരു കേവലമായ ഒറ്റപ്പെട്ട ശബ്ദമല്ല, അത് ആ രാജ്യം ഒരു ഒറ്റപ്പെട്ട പരിപാടിയല്ല. അമേരിക്കയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ട്രംപിനെ അലോസരപ്പെടുന്നത്. പിന്നെ കൃത്യമായൊരു എക്സിറ്റ് പ്ലാൻ ഇല്ലാതെ തുടങ്ങിയ യുദ്ധമാണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. എങ്ങനെയാണ് ഇതിൻ്റെ എക്സിറ്റ് പ്ലാൻ? ഈ ഡിക്യാപിറ്റേഷൻ എന്ന് പറയുന്ന പരിപാടി, തല ഇറക്കുക എന്ന പരിപാടി കൂടി ഇറാനെ വരുതിയിലാക്കാൻ കഴിയുമോ? സദ്ദാം ഹുസൈനെ വധിച്ചപ്പോൾ ഇറാഖ് വരുതിയിലായതുപോലെ, വരുതിയിലായോ എന്നുള്ളത് വേറെ കാര്യം, അതുപോലെ ഇത് വരുമോ? ഗദ്ദാഫി ഇല്ലാതാക്കിയപ്പോൾ ലിബിയയിൽ സംഭവിച്ച പോലെ ഇത് വരുമോ എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ തുടങ്ങിയ യുദ്ധമാണ്. എന്നാൽ ഇസ്രായേലിന് ഇതിനെക്കുറിച്ച് ധാരണയുണ്ട്. ഇസ്രായേലിന് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക, എത്ര നാൾ വേണമെങ്കിലും യുദ്ധം ചെയ്യാം, അമേരിക്ക സഹായം ചെയ്താൽ മതി, സഹായിച്ചാൽ മാത്രം മതി. ഇസ്രായേലിന് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം, എത്ര നാൾ വേണമെങ്കിലും യുദ്ധം ചെയ്യാം, ഇസ്രായേലിന് പ്രശ്നമല്ല. പക്ഷേ അമേരിക്ക അങ്ങനെയല്ല, ഈ യുദ്ധം അവസാനിപ്പിക്കണം. ഇതെന്ന് അവസാനിപ്പിക്കും? ഇതിൻ്റെ എക്സിറ്റ് പ്ലാൻ എന്താണെന്നതിനെക്കുറിച്ച് ട്രംപ് ക്ലൂലെസ് ആണ്. ഇതെങ്ങനെ അവസാനിപ്പിക്കും? ഇറാനെ 3-4 കഷ്ണമാക്കി തീർക്കാൻ പറ്റുമോ? അവിടെ ഇറാൻ്റെ മണ്ണിൽ അമേരിക്കൻ സൈന്യത്തിന് ഇറങ്ങാൻ കഴിയുമോ? ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഉത്തരവില്ല. അപ്പോൾ തുടങ്ങിയ യുദ്ധമാണ്, ഇത് അവസാനിപ്പിക്കാനുള്ള എക്സിറ്റ് സ്ട്രാറ്റജി ഇല്ല. ആ സ്ട്രാറ്റജിയിലായ്മയുടെ അവ്യക്തതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇത് എത്രയോ മുമ്പേ പ്രതീക്ഷിച്ചതാണ്. കഴിഞ്ഞ വർഷത്തെ 12 ദിന യുദ്ധത്തിൽ തന്നെ തങ്ങളൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെന്ന് അവർ കൃത്യമായ ബോധ്യമുണ്ട്. ഇപ്പോൾ അബ്ബാസ് അറാക്ചിയുടെ ഇൻ്റർവ്യൂവിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, അദ്ദേഹം മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എത്രമാത്രം റെഡിയായിരുന്നു ഇതിന്, ഞങ്ങളൊരു യുദ്ധത്തിന് റെഡിയായിരുന്നു. ഇപ്പോൾ ഖാംനെയ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ യുദ്ധം വരുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ 4 ലെയറിലുള്ള എന്താണ് പറയുക, ആര് കൊല്ലപ്പെട്ടാലും തൊട്ടുടനെ തന്നെ അയാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 4 ലെയറിലുള്ള ആളുകളെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അതിപ്പോൾ സുപ്രീം ലീഡർ ആയാലും ഈ IRGCയുടെ കമാൻഡേഴ്സ് ആയാലും ഏത് ലെവലുള്ള ആളുകളെയും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ള 4 ലെയറിലുള്ള ആളുകളെ സിസ്റ്റം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അവരെല്ലാം കൊന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് അടുത്ത ആളുകളെ തയ്യാറാക്കി വെക്കാൻ കഴിയും. അപ്പോൾ ആളുകളെ കൊന്നിട്ട് ഇറാൻ കീഴടക്കാം, അല്ലെങ്കിൽ ഇറാനെ ശിഥിലമാക്കാം, ഇറാനെ വെട്ടിമുറിക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ട്. റെജീം ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു തമാശയുണ്ട് കേട്ടോ. ഈ ചില ലിബറലുകൾ ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നത് കുറച്ചൊക്കെ നല്ലതാണ്, ഇറാനിലെ ആളുകൾക്ക് നല്ലതാണെന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. ലിബറൽ എന്ന് പറയാൻ പറ്റില്ല, മിത്രങ്ങളും അതുപോലെ നാസ്തിക മോർച്ചക്കാരും. അതിലവർ പറയുന്ന കാര്യം, അവിടെ ഇപ്പോൾ ജനാധിപത്യമില്ലല്ലോ, അവിടെ ഒരു മതാധിപത്യമാണല്ലോ, അപ്പോൾ അമേരിക്ക ഇടപെട്ടിട്ട് അവിടെ ഒരു നല്ല ഭരണമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് നല്ലതാണല്ലോ. യഥാർത്ഥത്തിൽ അമേരിക്ക ആഗ്രഹിക്കുന്ന അവിടെ ജനാധിപത്യം വരാനാണോ? അവിടെ ഓൾറെഡി ഒരു ജനാധിപത്യമുണ്ട്, ഒരു ജനാധിപത്യം അവിടെ ഉണ്ട്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പൊസിഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അമേരിക്ക യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? മറ്റ് അറബ് രാജ്യങ്ങളിലുള്ളതുപോലെയും GCC രാജ്യങ്ങളിലുള്ളതുപോലെയുള്ള ഭരണകൂടത്തെ കൊണ്ടുവരാണ്. ഒരു രാജാവിനെ കെട്ടിയിറക്കാനാണ് അമേരിക്ക യുദ്ധം ചെയ്യുന്നത്. അതായത് ഇറാഖിലേക്ക് യുദ്ധത്തിന് ചെല്ലുമ്പോൾ എന്തായിരുന്നു അന്നത്തെ തമാശ? എന്തായിരുന്നു? ഡോണ്ട് ഓപ്പൺ ദ ഡോർ, ഡെമോക്രസി ഈസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ പട്ടാളക്കാരുടെ പടം വെച്ചിട്ടുള്ള മീംസ് എന്ന് ഇറങ്ങുമായിരുന്നു. അതുപോലെ ഇതെന്താ പ്രശ്നം? ഡോണ്ട് ഓപ്പൺ ദ ഡോർ, കിങ് ഈസ് കമ്മിങ് എന്നുള്ളതാണ്. രാജാവിനെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ യുദ്ധം എന്തോ ഒരു വലിയ ജനാധിപത്യം ഇറാനിൽ കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് വാദിക്കുന്നവരോട് ഈ ഒരു യാഥാർത്ഥ്യം ഓർക്കണം. അവർ രാജാവിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ്, ഒരു ജനാധിപത്യ സർക്കാരിനെ മാറ്റി ഒരു രാജാവിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് അമേരിക്ക യുദ്ധം ചെയ്തെന്നുകൂടി ഓർക്കുക. അപ്പോൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ അമേരിക്കയിൽ യുദ്ധം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെ സാമ്പത്തികമായി ഇത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധച്ചെലവ് മാത്രമല്ല, ഷിപ്പിംഗ്, ഓയിൽ ഇൻഡസ്ട്രി, എല്ലാ അർത്ഥത്തിലും ഇത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ട്രംപിന് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാക്കുക വളരെ പെട്ടെന്ന് എന്നുള്ളതാണ്. അത് ചെയ്യാതെ ഇത് 2 ആഴ്ചയല്ല 3 ആഴ്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റും.